കേരള ബ്ലാസ്റ്റേഴ്സ് ടീം നിലവിൽ ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിനുള്ള ഒരുക്കത്തിലാണ്. തായ്ലൻഡിലെ പ്രീ സീസൺ ഒക്കെ അവസാനിച്ചു. നിലവിൽ കൊൽക്കത്തയിലാണ് ബ്ലാസ്റ്റേഴ്സ് ടീം ഉള്ളത്. ഓഗസ്റ്റ് 1 വ്യാഴാഴ്ചയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം. എതിരാളികളായി വരുന്നത് മുംബൈ സിറ്റിയാണ്. ഇപ്പോഴത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് ബാക്ക് സന്ദീപ് സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സുമായി 2027 വരെ കരാർ പുതുക്കിയിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 52ഓളം മത്സരങ്ങൾ കളിച്ച താരമാണ്. ഒരു ഗോളും 2 അസിസ്റ്റും ഉണ്ട്. 2022-23 സീസണിൽ സന്ദീപ് സിംഗിന്റെ പ്രകടനമൊക്കെ അതിഗംഭീരമായിരുന്നു. കഴിഞ്ഞ സീസണിൽ നേരിയ രീതിയിൽ മങ്ങിയ ഫോമിലായിരുന്നു താരമെങ്കിലും 2022-23 സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മിന്നും പ്രകടനമാണ് ലെഫ്റ്റ് വിംഗ് ബാക്കിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. ലെഫ്റ്റ് ബാക്കിൽ നിന്നും മുന്നേറ്റ നിരയിലേക്ക് കയറി ക്രോസ് ചെയ്യാനൊക്കെ കഴിവുള്ള ഒരു താരമായിരുന്നു. മികച്ച പ്രകടനമാണ് ശരിക്കും 2022-23 സീസണിൽ സന്ദീപ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചത്. എന്നാലും സന്ദീപ് 2027 വരെ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരും. അദ്ദേഹം 2027 വരെ ബ്ലാസ്റ്റേഴ്സുമായി കരാർ പുതുക്കിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു ഡ്യൂറന്റ് കപ്പിലൊക്കെ സന്ദീപ് സിംഗിന്റെ ഒരു മികച്ച പ്രകടനമൊക്കെ കാണാൻ കഴിയും. എന്തായാലും ലെഫ്റ്റ് വിങ്ങിലൊക്കെ ഒരു യൂട്ടിലൈസ്ഡ് പ്ലെയർ ആണ് സന്ദീപ് സിംഗ്. മികച്ച ക്രോസിങ്ങിനൊക്കെ കഴിവുള്ള ഒരു താരം കൂടിയാണ്. എന്തായാലും ഡ്യൂറന്റ് കപ്പ് ആയാലും വരാനിരിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിലൊക്കെ ആയാലും സന്ദീപിന്റെ ഭാഗത്തു നിന്നൊക്കെ ബ്ലാസ്റ്റേഴ്സിന് അല്ലെങ്കിൽ സന്ദീപിന്റെ ഒക്കെ ഒരു മികച്ച പ്രകടനം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും സന്ദീപ് സിംഗ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാർ പുതുക്കിയിരിക്കുന്നു എന്നുള്ള വാർത്ത നിലവിൽ പുറത്തു വന്നിരിക്കുന്നു. 2027 വരെ സന്ദീപ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ ഉണ്ടാകും.